ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ റിയാക്ട് ജെഎസിന്റെ ഫണ്ടമെന്റൽസ് എല്ലാം ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ജെഎസിൽ എങ്ങനെയാണ് HTTP റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന്, അതായത് സെർവറിൽ നിന്ന് ഡാറ്റ ഫിക്സ് ചെയ്യുന്നതും സെർവറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നതും. നമ്മൾ സെർവർ സൈഡ് പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യാറില്ലേ, അജാക്സ് കോൾ യൂസ് ചെയ്തിട്ട് ഗെറ്റും പോസ്റ്റും ചെയ്യുന്നില്ലേ. അപ്പോൾ ആ HTTP റിക്വസ്റ്റ് എങ്ങനെയാണ് റിയാക്ട് ജെഎസിൽ ചെയ്യാൻ പറ്റുക? അതിന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയാക്ട് ജെഎസ് ഫോക്കസ് ചെയ്യുന്നത് യൂസർ ഇന്റർഫേസിലാണ്. അതായത് ഈ ലൈബ്രറി ഒരു ലൈറ്റ് വെയിറ്റ് ആണ്. അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് യൂസർ ഇന്റർഫേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിയാക്ട് ഇറ്റ്സെൽഫ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ബിൽറ്റ് ഇൻ സപ്പോർട്ട് ഫോർ മേക്കിംഗ് HTTP റിക്വസ്റ്റ്. ബിൽറ്റ് ഇൻ ആയിട്ടുള്ള HTTP റിക്വസ്റ്റ് മെക്കാനിസം റിയാക്ട് ജെഎസിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ എങ്ങനെ HTTP റിക്വസ്റ്റ് ചെയ്യും? നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷനിൽ നിന്ന് മസ്റ്റ് ആയിട്ടും HTTP റിക്വസ്റ്റിന്റെ ആവശ്യമുണ്ടല്ലേ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് HTTP ക്ലൈന്റ് ലൈബ്രറീസ്. ഒരുപാട് ക്ലൈന്റ് ലൈബ്രറീസ് അവൈലബിൾ ആണ് കേട്ടോ. ആക്സിയോസ്, ഫെച്ച് API, പിന്നെ ജാവാസ്ക്രിപ്റ്റിന്റെ തന്നെ ബിൽറ്റിൻ ആയിട്ടുള്ള HTTP റിക്വസ്റ്റ് ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ. അതിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ആക്സിയോസ് ആണ്. നിങ്ങൾക്ക് ഫെച്ച് APIയും യൂസ് ചെയ്യാം. അതൊരു സ്റ്റാൻഡർഡൈസ്ഡ് HTTP ക്ലൈന്റ് ലൈബ്രറി തന്നെയാണ്. നമ്മൾ ഇന്ന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് HTTP റിക്വസ്റ്റ് ചെയ്യുന്നതെന്നല്ലേ. സോ നമുക്ക് ഇത് നോഡ് ജെഎസിലും ബ്രൗസറിലും സപ്പോർട്ട് ചെയ്യുന്ന ആക്സിയോ തന്നെ ചൂസ് ചെയ്യാം. റിക്വസ്റ്റ് റെസ്പോൺസ് മെക്കാനിസം ഈസിയാണ്. എറർ ഹാൻഡ്ലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആക്സിയോസ്. റിയൽ ടൈം പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് HTTP ലൈബ്രറി ചൂസ് ചെയ്യാം. ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നമ്മൾ HTTP ലൈബ്രറി ഫസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ. അത് NPMO യാണോ യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഇന്ന് NPM യൂസ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ ത്രൂ ആണ് കേട്ടോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിൽ NPM സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് ആക്സിയോസ്, ഇതാണ് ഇതിന്റെ കമാൻഡ്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രൊജക്റ്റിൽ പാക്കേജസിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ആക്സിയോസിന്റെ ഡിപ്പെൻഡൻസി നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഗെറ്റ് പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്